ഇപ്പോൾ രമേശ് പിഷാരടി സ്ഥാനാർത്ഥി പറഞ്ഞത് അവിടെ അവർ വോട്ട് ചോദിക്കാൻ എത്തിയല്ല, ഒരു അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ അമ്മ വിളിച്ചപ്പോഴാണ് അങ്ങോട്ടേക്ക് പോയത്. അവരെ തീർത്തും തടഞ്ഞു വെക്കുകയാണ് ഒരു കൗൺസിലറുടെ നേതൃത്വത്തിൽ നാം പറയുന്നത്. നോക്കൂ, ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകർ, അതായത് ഇന്ന് നടന്ന വളരെ കേരളം ഞെട്ടലോടുകൂടി ചർച്ച ചെയ്ത ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യത്തിന് UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞ മറുപടി എന്തായിരുന്നു? UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ബലാത്സംഗമെന്നാണ്. അതിനർത്ഥം ഒരു വ്യക്തിക്ക് സൗകര്യം പോലെ തോന്നുന്നത് പോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ എവിടെ വെച്ചും പീഡിപ്പിക്കാം, എവിടെ വെച്ചും ബലാത്സംഗം ചെയ്യാം. ഇത്ര നെറികെട്ട രീതിയിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ അപമാനിക്കുന്ന രീതിയിൽ, ഇവിടുത്തെ പെൺകുട്ടികളുടെ അമ്മമാരുടെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ? ആ പ്രതികരണത്തെ തുടർന്ന് അമ്മമാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടാകും. എന്താ ചെയ്യേണ്ടത്? അടിയന്തരമായി പ്രക്ഷോഭ എന്ന് പറയുന്ന പെണ്ണുപിടിയനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കണം എന്ന് പറയേണ്ട UDF സ്ഥാനാർത്ഥി കമാനൊരക്ഷരം ഈ നിമിഷം വരെ മിണ്ടിയിട്ടില്ല. UDFന്റെ സ്ഥാനാർത്ഥിയോട് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള കുപ്രസിദ്ധമായിട്ടുള്ള സ്ത്രീ പീഡന കേസുകളിൽ ദിവസങ്ങളോളം അവർക്ക് വേണ്ടി യാതന അനുഭവിച്ച് നിരവധി സമര പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഇനിയും സമയം വൈകിട്ടില്ല. നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാവണം. കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തിന്റെ മുന്നിൽ സ്ത്രീകളെ വിൽപ്പനച്ചരക്കാക്കുന്ന, അവരുടെ മാംസത്തിന് വില പറയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് താങ്കൾ പുറത്തിറക്കിയിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതാണ് UDFന്റെ സ്ഥാനാർത്ഥിക്ക് നല്ലത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നീചമായ രീതിയിൽ, നികൃഷ്ടമായ രീതിയിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇവരുടെ കൂട്ടാളി ഇട്ടിട്ടുള്ളത്. ഫെനി പേര് ഞാനിപ്പോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഫെനി നൈനാൻ. ഈ ഫെനി നൈനാനൊക്കെ ഇതിന് മാത്രം ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ആരാണ് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്? ആരാണ് ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടം? ആരാണ് ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി? ആരാണ് ഇവിടുത്തെ ആശാൻ ഷാഫി പറമ്പിൽ? ഇവർക്ക് ആരാണ് ഇവിടെ കേരളത്തിലെ പെൺകുട്ടികളുടെ ശരീരത്തിൽ കൈവയ്ക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തിട്ടുള്ളത്? എന്തിനാണ് കേരളത്തിലെ പോലീസ്, എന്തിനാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇത്തരമൊരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ട് ഒരു പെൺകുട്ടിയെ നികൃഷ്ടമായി പീഡിപ്പിച്ചിട്ട് അത് ഞാൻ വേദനിക്കുന്നുവെന്ന് ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാകാതെ ഇപ്പൊ എന്താ പറയുന്നത്? അമ്മമാർ പ്രതിഷേധിച്ചു. അമ്മമാരുടെ പ്രതിഷേധം ഇല്ലാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താണ്? കേരളത്തിനൊരു സംസ്കാരമുണ്ട്. കേരളത്തിൽ നക്സലൈറ്റ് അജിതയാണെങ്കിലും, കേരളത്തിൽ മരിച്ചു പോയിട്ടുള്ള സുഗതകുമാരി ടീച്ചറാണെങ്കിലും, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗൗരിയമ്മയാണെങ്കിലും, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതൊരു പൊതുപ്രവർത്തകരും കേരളം ചർച്ച ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ പീഡന വിഷയമുണ്ടെങ്കിൽ ആ ഇരയോടൊപ്പം നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വേട്ടക്കാരനോടൊപ്പം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി? വേട്ടക്കാരന്റെ കൂടെ നിൽക്കുക, വേട്ടക്കാരന് തണലൊരുക്കുന്ന ഷാഫി പറമ്പിലിന്റെ കാര്യം എന്താ ചോദിക്കാത്തത്? എന്താ ആശാനെ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വല്ല ബന്ധമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും UDFന്റെ സ്ഥാനാർത്ഥി ചോദിച്ചിട്ടുണ്ടോ? ഇന്നലെ ഞങ്ങൾ SP ഓഫീസിന്റെ മുന്നിൽ സമരത്തിലായിരുന്നു. എന്താ പറഞ്ഞത്? SP കൃത്യമായിട്ട് കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ വളരെ വ്യക്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് നിർഭയ കേസിനു ശേഷം ഒരു പെൺകുട്ടി, ഒരു അതിജീവിത, അവൾ ഒരു മൊഴി പറഞ്ഞാൽ ആ മൊഴി പൊതുസമൂഹത്തിന്റെ മുന്നിലാണെങ്കിൽ വ്യക്തമായി ആ മൊഴിയെ തുടർന്ന് ചോദ്യം ചെയ്യപ്പെടണം എന്നല്ലേ ഉള്ളത്? ആ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ആശാനെ ചോദ്യം ചെയ്തോ കേരളത്തിലെ പോലീസ്? ചോദ്യം ചെയ്യണം എന്ന് എന്റെ പാർട്ടിയാകട്ടെ നിന്റെ പാർട്ടിയാകട്ടെ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നവരെ വെറുതെ വിടില്ല എന്ന് പറയാൻ, നാവനയ്ക്ക് രണ്ടക്ഷരം പറയാൻ എന്തേ UDFന്റെ സ്ഥാനാർത്ഥിക്ക് സാധിക്കാത്തത്? അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയം കളിക്കരുത്. ഇത് ഞാൻ ഒരു സ്ഥാനാർത്ഥിയാണ്. എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പിലെ ജയവും അത് രണ്ടാമതാണ്. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നു, കേരളത്തിലെ പെൺകുട്ടികൾക്ക് ആരുമില്ല എന്നുള്ള ഒരു ബോധം വേണ്ട, ഒരു അന്യതാബോധവും ഇവിടുത്തെ പെൺകുട്ടികൾക്കില്ല. ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ ദേശീയ വിമൻ കമ്മീഷൻ ചെയർപേഴ്സണ് ഒരു പരാതി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാൻ കൈമാറിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലെ പാലക്കാടിലെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ
എന്ത് നടപടിക്രമമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ വനിതാ കമ്മീഷൻ അന്വേഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ രമേശ് പിഷാരടി പോലീസ് ഇടപെടുന്ന നടപടിയല്ല. അതിലിപ്പോ സ്ഥാനാർത്ഥിയെ തന്നുകൊണ്ട് നിങ്ങൾക്ക് ബി.ജെ.പിക്ക് തന്നെ ക്ഷീണമാവുകയുള്ളൂ. തെറ്റായ നടപടി എന്നുള്ള രീതിയിലല്ലോ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഒരു സ്ഥലത്തേക്ക് തടസ്സപ്പെടുത്തി പറയുമ്പോൾ അത് ബി.ജെ.പിക്ക് ക്ഷീണമാവുന്ന രീതിയിലല്ലേ വരിക. പെണ്ണുപിടിയന്മാരെയും ആഭാസന്മാരെയും തോളിൽ കയറ്റി നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിലെ അമ്മമാർ അതിനെതിരെ പ്രതികരിക്കും എന്ന് പറയുമ്പോൾ അത് മാധ്യമലോകം കാണേണ്ടത് ഒന്ന് ശുദ്ധത പഠിപ്പിക്കാൻ തയ്യാറാവുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്താ ക്ഷീണം? അല്ലല്ല, ഞങ്ങൾക്ക് എന്താ ക്ഷീണം? അദ്ദേഹം ഇപ്പൊ ഇന്ന് രാവിലെ രഞ്ജിത്തിന്റെ വിഷയത്തിലായാലും നിയമ നടപടി നടക്കട്ടെ, അതായത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, ഈ പെൺകുട്ടിക്ക്, അതായത് ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോ പോലീസിന്റെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ബലാത്സംഗം വ്യക്തിപരമാണ് എന്ന് പറഞ്ഞതോ? ചോദ്യത്തിന് ഉത്തരം പറയൂ. അല്ലല്ല, എന്താ പറഞ്ഞത്? ആ, എന്താ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് ബാധ്യത? തീർച്ചയായിട്ടും ഏറ്റെടുക്കണം. ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരമൊരു സാഹചര്യത്തിൽ പെട്ടുവെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അതിജീവിത പറഞ്ഞതിനു ശേഷം എന്തുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ UDFന്റെ സ്ഥാനാർത്ഥി തയ്യാറായില്ല എന്നുള്ള ചോദ്യം അത് കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? അതിന് അമ്മമാർ തടയുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണോ അത്? ഞങ്ങൾ ബിജെപിയുടെ കൗൺസിലറിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് തടഞ്ഞിരിക്കുന്നത്. നോക്കൂ, വോട്ട് ചോദിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് അവിടെ തടഞ്ഞത്. വോട്ട് ചോദിക്കാൻ നോക്കൂ, ഒരു പ്രക്രിയയല്ല അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ട് ചോദിക്കാൻ വരുന്നതിനെ കുറിച്ചല്ല വിഷയം. ഇന്നലെ ആ കൗൺസിലർ ഉൾപ്പെടെ സമര പോരാട്ടത്തിലായിരുന്നു. SP ഓഫീസിന്റെ മുന്നിൽ ഞങ്ങളെല്ലാം തന്നെ മണിക്കൂറുകൾ നീണ്ട സമരരംഗത്തായിരുന്നു. നിങ്ങളിൽ പലരെയും അവിടെ കണ്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ അല്ലല്ല, അതിലൊന്നും വിഷയമില്ല, അതിലൊന്നും പരാതിയും പരിഭവവും നമുക്കില്ല. പക്ഷേ ഒരു കാര്യം അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയാം, അടിയന്തരമായി മാധ്യമപ്രവർത്തകർ കൂടുതൽ സ്നേഹം UDF സ്ഥാനാർത്ഥിയോടുണ്ടെങ്കിൽ ഒന്ന് ഉപദേശിച്ച് നന്നാക്കണം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. കൗൺസിലറുടെ നേതൃത്വത്തിലാണ് തടയുന്നത്. അതൊരു സ്ഥാനാർത്ഥിയാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായുള്ള പല പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, പല ആരോപണങ്ങളുണ്ടായിക്കോട്ടെ, എന്തുണ്ടായിക്കോട്ടെ, അദ്ദേഹത്തെ പ്രചരണത്തെ തടസ്സപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമല്ല. ഇത് കേരളമാണ്. ഇതിനു മുൻപ് ഞാൻ പറയാം, ഇത് കേരളമാണ്. കവിയൂരും കിളിരൂരും ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇതിനേക്കാൾ വലിയ കൊമ്പന്മാരെ കേരളത്തിന്റെ മണ്ണിൽ തടഞ്ഞിട്ടുണ്ട്. അപ്പൊ UDFന്റെ സ്ഥാനാർത്ഥി മര്യാദ പാലിച്ചുകൊണ്ട്, സംയമനം പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു കൗൺസിലർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ന്യായീകരണ തൊഴിലാളിയായി വർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരുടെ മുന്നിൽ നിങ്ങൾ ഇനി വീണ്ടും ചോദ്യം ചോദിക്കേണ്ട. ചോദിച്ചാൽ ഞാൻ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ഒരു ചോദ്യം, ഒരു 4 പേര് ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. മാപ്പ് പറഞ്ഞിരിക്കണം. UDFന്റെ സ്ഥാനാർത്ഥി മാപ്പ് പറയണം. ഞാൻ രാവിലെ പറഞ്ഞ വാക്കുകൾ സ്ത്രീ സമൂഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് മാപ്പ് പറയാൻ UDFന്റെ സ്ഥാനാർത്ഥി തയ്യാറാണ്. തടയുന്നില്ല. അവിടെ എല്ലാ ജനാധിപത്യ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അവർ. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എങ്ങനെയാ തടയുക? സോളാർ കേസ് ചർച്ച ചെയ്ത കേരളല്ലേ ഇത്? അല്ലല്ല, ഞാൻ പറയട്ടെ, ഈ സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിഷേധിക്കാൻ ഈ അമ്മമാർക്ക് അവകാശമില്ല. അല്ല, ഞാൻ പറഞ്ഞ പോയിന്റ്, നിങ്ങൾ ബലാത്സംഗത്തെ അനുകൂലിക്കുന്നവരാണോ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ പോലെ ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിൽ ഇത്രയും നീചമായ നികൃഷ്ടമായ രീതിയിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരാളാണ് ഞാനെന്നും എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ലെന്നും എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ പീഡനത്തിന് വിധേയമാകുന്ന മുറിയിൽ വെച്ചുകൊണ്ട് വീഡിയോ കോൾ വിളിച്ച് ആശാൻ ഷാഫി പറമ്പിലിന് എന്നെ കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രക്ഷോഭം എന്ന് പറഞ്ഞതിന് ശേഷം അത് ചർച്ച നടക്കുന്ന ഈ പാലക്കാടിന്റെ മണ്ണിൽ വ്യക്തിപരമായിട്ടാണ് ഓരോരുത്തരുടെയും വിഷയം കാണേണ്ടത് എന്നാണോ ഒരു സ്ഥാനാർത്ഥി പറയേണ്ടത്? അങ്ങനെയാണോ ഒരു സ്ഥാനാർത്ഥി പ്രതികരിക്കേണ്ടത്? അപ്പൊ സ്ഥാനാർത്ഥിയുടെ നാക്ക് സൂക്ഷിച്ച് സ്ഥാനാർത്ഥി ഉപയോഗിച്ചാൽ സ്ഥാനാർത്ഥിക്ക് സുഗമമായിട്ട് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അമ്മമാർ എന്ത് നടപടി സ്വീകരിക്കും, അമ്മമാർ എങ്ങനെ പ്രതികരിക്കും എന്നതിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു ജോലിയല്ല എനിക്കുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സ്ത്രീയെ അപമാനിച്ചാൽ രാഹുൽ മാങ്കൂട്ടം എത്ര സ്ത്രീകളെ അപമാനിച്ചു, എത്ര സ്ത്രീകളെ പീഡിപ്പിച്ചു, എത്ര സ്ത്രീകൾക്ക് ഇവിടെ മാനഹാനി ഉണ്ടാക്കി, കേരളത്തിന് അപമാനമുണ്ടാക്കി, പാലക്കാടിന് അപമാനമുണ്ടാക്കി, എന്ത് നടപടി ഉണ്ടായി? എന്താ ഉണ്ടായത്?
എന്തെങ്കിലും നടപടി ഉണ്ടായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ബലാത്സംഗ വീരന്മാർക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് എന്റെ അരികിലേക്ക് വരണ്ട. ബാക്കി മറ്റു കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നാളെയും ഈ തടയലുണ്ടാവും.